ഈ അടുത്ത് വന്ന ഒരു വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം, ഒരു സഹോദരി, ഒരു ഉമ്മ വന്നുകൊണ്ട് പറയാണ്, എൻ്റെ മകന് തങ്ങളെ ദ്വാരക്കണം, തങ്ങളെ അവൻ നന്നാവാൻ വേണ്ടി, നല്ല ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ. എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. കഴിഞ്ഞ ചെറുപെരുന്നാൾക്ക് ഞാൻ അവനക്ക് കുറേ വിളിച്ചു ഗൾഫിലേക്ക്. അവൻ ഗൾഫിലാണ്. അവൻ ആറ്റുനോറ്റി പൊന്നുപോലെ പോറ്റി അവനെ വളർത്തി ഗൾഫിലേക്ക് അയച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവന് ഒരു പെരുന്നാൾ വന്നപ്പോൾ ഞാൻ വിളിച്ചു, എന്തെങ്കിലും ഒന്ന് പൈസ അയച്ചു തരണം മോനെ, വീട്ടിൽ പെരുന്നാൾക്ക് ഒരു രൂപ പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇപ്പം അയക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും വിളിച്ചപ്പോൾ അവസാനം അവന് ഒരു 2000 ഉറുപ്പ്യ അയച്ചു തന്നു. പെരുന്നാൾക്ക് ഡ്രസ്സ് വാങ്ങാനും ഭക്ഷണത്തിനും, അവൻ്റെ ഭാര്യയും മക്കളെയും എല്ലാവർക്കും ഭക്ഷണത്തിനൊക്കെ കൂടിയിട്ട് അവൻ അയച്ചതാണ് 2000 രൂപ. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ 2000 കൊണ്ട് ചെറിയ പെരുന്നാൾ കഴിച്ചു. വലിയ പെരുന്നാൾ വന്നപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ മകൻക്ക് വിളിച്ചു, പൊന്നു മോനെ എന്തെങ്കിലും ഒന്ന് അയച്ചു തരണം ഉമ്മാക്ക്, പെരുന്നാൾ കഴിക്കാൻ 1 ഉറുപ്പ്യ ഇവിടെ ഇല്ല എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാൻ എന്നോട്, ഉസ്താദേ തള്ളേ, കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് 2000 ഉറുപ്പ്യ ഞാൻ അയച്ചു തന്നില്ലേ, ഇനിയും പൈസ അയച്ചു തരാൻ പറയാണോ, എന്നെ ശല്യപ്പെടുത്തുകയാണോ എന്ന് അവൻ സ്വന്തം അമ്മനോട് പറയാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെ മറ്റന്നാൾ നമ്മുടെ മക്കൾ ഇതുപോലെ പറയുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. മാതാപിതാക്കളെ അങ്ങേയറ്റം സ്നേഹിക്കണം, ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ അർളാ വാലിദൈഹി ഫഖദ് അർളാ ഖാലിഖഹു വമൻ അസ്ഹത വാലിദൈഹി ഫഖദ് അസ്ഹത ഖാലിഖഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരാണോ ഒരു മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്, തൃപ്തിപ്പെടുത്തുന്നത്, അവൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി. മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവൻ, പ്രയാസപ്പെടുത്തുന്നവൻ അള്ളാഹുവിനെ പ്രയാസപ്പെടുത്തി, വിഷമിപ്പിച്ചു എന്ന ഹദീസ് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.